തെരഞ്ഞെടുപ്പിൽ സമദൂര സിദ്ധാന്തം നടപ്പിലാക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത്. സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ഒരു ബാർഗെയിനിങ് നടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് ജനാധിപത്യത്തിന് ഭൂഷണവുമല്ല. ഇന്ത്യയിൽ ജനാധിപത്യം എല്ലാ അർത്ഥത്തിലും നിലനിന്ന് കാണണമെന്നാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ലാഭങ്ങൾ കൊയ്യുവാൻ സഭ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ഒരിക്കലും ശ്രമിക്കുകയുമില്ല. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ സഭയുടെ നിലപാട്. യാതൊരു കാരണവശാലും ഒരു സമ്മർദ്ദ ശക്തിയായ എന്തെങ്കിലും ബാർഗൈൻ ചെയ്ത് നേടാൻ സഭ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിൽ ജനാധിപത്യം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേടുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടത് രാജ്യത്തിന്റെ ഏറ്റവും ആവശ്യമാണ്. ഏറ്റവും വിവേകപൂർവമായി സഭയ്ക്ക് നേരിട്ടിട്ടുള്ളതായ പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും യുക്തിസഹജമായി വിലയിരുത്തി വോട്ട് ചെയ്യുവാൻ മലങ്കര ഓർത്തഡോക്സ് സഭാമക്കളായ എല്ലാവർക്കും അതിനുള്ള പ്രാപ്തിയുണ്ട്. അതനുസരിച്ച് അവർ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും. അതായത് ഓർത്തഡോക്സ് സഭയ്ക്ക് നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ വച്ചായിരിക്കണം. അനുഭവങ്ങൾ തീർച്ചയായും സഭാമക്കളുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ നിശ്ചയമായി അവർക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ നല്ലതും തീയതും ഒക്കെ വിവേചിച്ചറിയാനുള്ള പ്രാപ്തി അവർക്കുണ്ട്. അവർ തീർച്ചയായും അതനുസരിച്ച് വിവേകപൂർവ്വം വോട്ട് ചെയ്യും. അതായത് ജനാധിപത്യ വ്യവസ്ഥ ഇവിടെ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള നിലപാട് സഭയ്ക്കുണ്ട്. ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നില്ല. ജനാധിപത്യ വ്യവസ്ഥ പരിപൂർണമായ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യം, അവകാശങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ അത് പാലിക്കപ്പെടണമെന്നും നിലനിർത്തണമെന്നും സഭ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കരുത്തേകാൻ, ജനാധിപത്യത്തിന് കരുത്തേകാൻ, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കരുത്തേകാൻ നിശ്ചയമായും സഭാമക്കൾ ഒറ്റക്കെട്ടായി ആ ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ അനുഭവങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തിക്കൊണ്ട് അവർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. സ്വാഭാവികമായും ഇപ്പോൾ ഭരണത്തിലുള്ളത് NDA മുന്നണിയാണ്. ആ NDA മുന്നണിയാണ് സ്വാഭാവികമായും 10 വർഷം കൊണ്ട് ഇന്ത്യ ഭരിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ BJPക്കെതിരായി കാര്യങ്ങൾ. ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറഞ്ഞില്ല. ജനാധിപത്യത്തിന് ഭീഷണികൾ ഉണ്ടാകുന്നിടത്ത് പല സംസ്ഥാനത്തും ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് എല്ലാവരും ഭരിക്കുന്നിടത്തുണ്ട്. അതിനകത്ത് രാഷ്ട്രീയമല്ല പറഞ്ഞത്, രാഷ്ട്രീയ ലക്ഷ്യമല്ല പറഞ്ഞത്. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ സഭാവിശ്വാസികളുടെ മനസ്സിലുണ്ടാകും. മണിപ്പൂരിലുണ്ട്, കർണാടകത്തിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം കോൺഗ്രസ് ഭരിക്കുന്ന ഒരിടത്തും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വെല്ലുവിളി ഉണ്ടാകുന്ന നിലപാടുകൾ എവിടെ നിന്നുണ്ടായാലും മതേതരത്വം സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ള സർക്കാർ തീർച്ചയായും അത് സംരക്ഷിക്കുവാൻ എല്ലാ അധികാരികളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ അതെല്ലാം വിലയിരുത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കും.